Hi friends, welcome back to channel World of Taylor Bird-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോം മെയ്ഡ് കാർഡ്ബോർഡ് ചെയ്തല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേസ്റ്റ് പേപ്പർ ഉണ്ട്, ബ്രൗൺ പേപ്പർ, വേസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാർഡ്ബോർഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാർഡ്ബോർഡ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനോ കുട്ടികൾക്ക് പ്രോജക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാർഡ്ബോർഡ് കിട്ടിയില്ല നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാം. ഇത് അഥവാ ഇതില്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടോ നമുക്ക് കാർഡ്ബോർഡ് ചെയ്യാം. ഇത് നമുക്ക് ഈ ബ്രൗൺ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വേസ്റ്റ് ആയിട്ട് മുറിച്ച കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. മുറിഞ്ഞ കഷ്ണത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയിലൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാം. അതെല്ലാവർക്കും അറിയുന്നല്ലേ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഇങ്ങനെ എല്ലാവരും ചെയ്യുക. റോൾ ചെയ്തിട്ട് ഉണ്ടോ, ഇത് ഇങ്ങനെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഗമ്മ പേസ്റ്റ് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക. കുറച്ച് ഗമ്മ പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഗമ്മ യൂസ് ചെയ്തിട്ടുള്ള തൽക്കാലം അത് ഒട്ടി നിൽക്കുന്നു. കണ്ടോ, പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രൗൺ പേപ്പർ എത്താത്തത് കൊണ്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ച് വേണമല്ലോ, ഒരു 3 ബ്രൗൺ പേപ്പർ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗമ്മ് പേസ്റ്റ് ഫുള്ളായിട്ട് ഗമ്മപ്പോൾ ഫെവിക്കോള് ഫുള്ളിങ്ങനെയാണ് ഫുള്ളായിട്ടും ഫെവിക്കോൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കും. കേട്ടോ, ഇതിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ടോ. ഫുള്ളായിട്ട് തേക്കുക. എല്ലാ സൈഡിലും ഗമ്മ് കേട്ടോ, എല്ലാ സൈഡിലും ഇങ്ങനെ ഗമ്മ ഒട്ടിച്ച് വെക്കണം അല്ലേ. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക, അടുത്തടുത്ത് ഒട്ടിച്ച് വെക്കുക. ഇതാ ഇങ്ങനെ ഒട്ടിക്കുക. എല്ലാ സൈഡിലും ഗമ്മ തേച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും ഇങ്ങനെ അടുത്തടുത്ത് ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞല്ല ഒരു പേപ്പറിൽ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ഇനി മറ്റേ പേപ്പറിലും ഗമ്മ ഇതേപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് തേച്ചു. ഇനി അതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട്
രണ്ട് സൈഡും പ്രസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ആവും. ഹോം മെയ്ഡ് കാർഡ്ബോർഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് സാധാരണ ഒറിജിനൽ കാർഡ്ബോർഡ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ അടുത്തടുത്ത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ? തിക്നെസ്സും ഒക്കെ ഒടിഞ്ഞു പോകുന്നൊന്നുമില്ല കാർഡ്ബോർഡ്. സാധാരണ ഇതുപോലെ തന്നെ ഇത് നമുക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഒറിജിനൽ കാർഡ്ബോർഡാണ്. കണ്ടോ? ഇതിൻ്റെതും തിക്നെസ്സും ഇതൊക്കെ കറക്റ്റ് തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ കാർഡ്ബോർഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.